ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്ന ഒരു സംഗതി, നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും നേതാക്കളുടെയും അല്ലെങ്കിൽ UDFന്റെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അനുഭാവികൾ, അവരിൽ നിന്നൊക്കെയുള്ള മൊത്തത്തിലുള്ള പ്രതികരണം കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, മെയ് 4-ന് ശേഷം KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്ന് വരാനുണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അദ്ദേഹം സെറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്ലോട്ട് എന്താണ്, അതിൽ അദ്ദേഹത്തിൻ്റെ പടയണിയിൽ അന്ന് ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യം കുറച്ച് ദിവസം മുമ്പേ എക്സ്പോസ്ഡായി. അതേ ഉള്ളൂ. ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം KC വേണുഗോപാൽ ഇപ്പോൾ ഒരു ചർച്ചയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ എല്ലാവരും കൂടി ഇറങ്ങി വന്നിരിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിൽ എന്തുമാത്രം മാധ്യമ സ്ഥാപനങ്ങളിൽ ഏതെല്ലാം വിഷയത്തിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നു, ഏതെല്ലാം കാര്യത്തിലുള്ള ഒപ്പീനിയൻ, ഏതെല്ലാം പാർട്ടികളെക്കുറിച്ച് ആരെല്ലാം തന്നെയും പറയുന്നു. പക്ഷേ ഇതെടുത്തു വെച്ചിട്ട് സംസ്ഥാന നേതാക്കളടക്കമുള്ള ആളുകൾ ഇറങ്ങി വരിക എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകൻ പറഞ്ഞ അഭിപ്രായമല്ല അവരുടെ പ്രശ്നം. ആ അഭിപ്രായത്തോടുള്ള കേവലമായ രോഷവുമല്ല, അതിനപ്പുറത്തേക്ക് അതിനെ ഒരു ടൂളാക്കി വെച്ചുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള മോഹം എന്താണോ, മോഹ പദ്ധതി എന്താണോ, അത് അവർ റിവീൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവർ മൂവ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ റേസിൽ ഇപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും മേലെ KC വേണുഗോപാൽ അല്പം മുന്നിൽ നിൽക്കുന്നു. നോക്കൂ, KC വേണുഗോപാൽ മുന്നിൽ, അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന അഭിപ്രായം പറയുന്ന ആളുകളെ മാത്രമേ നാം കാണുന്നുള്ളൂ. അതല്ല, VD സതീശൻ ആവണം, അർഹനാണ് എന്ന് പറഞ്ഞവർ ഒറ്റ ഒരു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ പോലും കാണുന്നില്ല. ആ നിലയ്ക്കുള്ള ഒരു ഭയപ്പാട് കോൺഗ്രസിനകത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ KC വേണുഗോപാലിന് വേണ്ടി സംസാരിക്കാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞൊരു അറ്റ്മോസ്ഫിയർ അതിനകത്ത് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുമ്പോൾ ആൾക്കാരോട് പറയുകയാണ്, ഞാൻ KC വേണുഗോപാലിനെ റദ്ദ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. KC വേണുഗോപാലിനെ അധിക്ഷേപിക്കാനോ അദ്ദേഹം ഒരു മോശക്കാരനാണെന്ന് പറയാനോ ഒരു നിലയ്ക്കും ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, രാഷ്ട്രീയക്കാർ നല്ല നിലയ്ക്കുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുന്നവരാണ്, അവരങ്ങനെ ആക്ഷേപിക്കപ്പെടേണ്ടതല്ല എന്ന വ്യക്തിപരമായ നിലപാടുള്ള ആളാണ് ഞാൻ. പക്ഷേ എൻ്റെ പോയിന്റ് ഇതാണ്, ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം ഇതാണ്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞ് UDF ഒരു മികച്ച ഭൂരിപക്ഷം നേടിയാൽ അവിടെ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യനാരെന്നുള്ള സ്പെസിഫിക് ക്വസ്റ്റ്യൻ മേലാണ് ഞാൻ ആൻസർ പറഞ്ഞത്. അല്ലാതെ അവിടെ KC വേണുഗോപാലിനെ ആകമാനം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ, അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആ പാർട്ടിക്കുള്ളത്, ദേശീയ തലത്തിൽ അദ്ദേഹം നിർവഹിക്കുന്ന കാര്യം, അതിനെ ആകെ റദ്ദ് ചെയ്യാൻ ശ്രമിക്കുന്നു പറഞ്ഞത് അതാണ് ഓവർ റീഡ് ചെയ്ത് കുഴപ്പമാക്കി അതിന്മേലെ കൂടി ഒരു പൊളിറ്റിക്കൽ പ്ലോട്ട് റൺ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് അവസാനിപ്പിക്കുകയാണ്. അതായത് മെയ് 4-ന് ശേഷം KC വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളും എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്, ആ പ്ലാൻ കുറച്ചും കൂടെ മുമ്പ് ഒന്ന് എക്സ്പോസ്ഡായി തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നു. സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇനി UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ സമവായത്തിലെത്താൻ കോൺഗ്രസ് നല്ലതുവണ്ണം പ്രയാസപ്പെടുന്ന ആഭ്യന്തര യുദ്ധത്തിലേക്ക് അത് പ്രവേശിക്കുന്നു എന്നത് തീർച്ചയാക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന സംഗതി. പക്ഷേ അപ്പോൾ KC വേണുഗോപാലിന്റെ പ്ലാൻ മാത്രമല്ല, ബാക്കി രണ്ടുപേരുടെ പ്ലാനും അതനുസരിച്ചുള്ള കാര്യങ്ങളും വരും ദിവസങ്ങൾ KC വേണുഗോപാൽ ഒരു അസാധാരണ എൻട്രി ആണെന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കി 19 MP-മാർക്കും മത്സരിക്കായിരുന്നല്ലോ. അല്ല, ബാക്കി കോൺഗ്രസിൻ്റെ എല്ലാ MP-മാർക്കും മത്സരിക്കാൻ കഴിയുമായിരുന്നല്ലോ. അവരാരും മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനം എടുത്താണ്. അപ്പോൾ ഇനി മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം, MP-മാർ ആരും മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിട്ട് എല്ലാ ഇലക്ഷനും കഴിഞ്ഞിട്ട് വേറൊരു MP മാത്രം ഇങ്ങനെ റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് അസാധാരണത്വമുണ്ട്. ബാക്കി രണ്ടുപേർക്കും ക്ലെയിം ഉള്ളവരാണ്. പിന്നെ ഈ അസാധാരണ എൻട്രി ഇപ്പൊ തുടങ്ങിയതല്ല നിഷാദ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ പറഞ്ഞ ഇത്രയും കോൺട്രിബ്യൂഷൻ കൊടുത്ത ഒരാളെ റദ്ദ് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ കോൺട്രിബ്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തവരിൽ രമേശ് ചെന്നിത്തലയുണ്ട്, കോൺട്രിബ്യൂഷൻ കൊടുത്തവരിൽ സുധാകരനുണ്ട്. രമേശ് ചെന്നിത്തലക്കാൾ സീനിയറാണ് ഇവരാരെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുത്ത കാര്യത്തിൽ, ദേശീയ തലത്തിലുള്ള പ്രവർത്തന പാരമ്പര്യത്തിൻ്റെ കാര്യത്തിൽ K മുരളീധരനെ പോലുള്ള ആർക്കെല്ലാം ഉന്നയിക്കാൻ പറ്റും. അങ്ങനെ KSU കാലം മുതൽ ഇങ്ങോട്ടെടുത്ത മുഴുവൻ പണിയുടെയും ക്രെഡിറ്റ് പറഞ്ഞിട്ട് വരാൻ ശ്രമിച്ചാൽ അത് പറയാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അതല്ല, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തെ പണിയെടുത്തതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ ഒരു ട്രഡീഷണൽ ഇതിനു മുമ്പും നമ്മൾ എത്ര പേരെ കണ്ടിട്ടുണ്ട്. ഉണ്ട്. അല്ല, ഉള്ളപ്പോൾ ഈ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്.